ദൈവത്തിരുനാമത്തിന് മഹത്വം. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. ഇന്ന് പകലത്തെ വചനചിന്ത ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവെഴുത്തിനകത്ത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നീ ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്ക് തിരുവചനത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾക്കകത്ത് 365 തവണയാണ് സർവശക്തനായ ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്തിരിക്കുന്നത്. ഭയപ്പെടേണ്ട. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്: നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മനുഷ്യർ മാറിപ്പോയാലും, മനുഷ്യരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, നിങ്ങൾ ഏകരായി തീർന്നാലും, ഇന്ന് പകലിലും ഹല്ലേലൂയ സ്തോത്രം, രാവിലും പകലിലും ഹല്ലേലൂയ സ്തോത്രം, ഏത് കാലാവസ്ഥകളിലും ഏത് പരിസ്ഥിതികളിലും സർവശക്തനായ ദൈവം നിങ്ങളെ വിട്ട് മാറത്തില്ല. ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ഹല്ലേലൂയ സ്തോത്രം കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ ഭ്രമിച്ചു നോക്കേണ്ട. ദൈവം നിങ്ങളുടെ ഉടമസ്ഥനാണ്, നിങ്ങളുടെ യജമാനനാണ്. ഇന്ന് പകൽ അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതും നൽകി തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഭ്രമിച്ചു നോക്കേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നാണ് ഈ വചനത്തിനകത്ത് നാം വായിച്ചു കേട്ടത്. ഞാൻ നിന്നെ ശക്തീകരിക്കും. നിങ്ങളിപ്പോൾ ശക്തിയില്ലാത്തവരാണോ? നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കത്തില്ലെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നവരാണോ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. എങ്ങനെയാണ് ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നാണ് ദാവീദ് പറയുന്നത് തൻ്റെ സങ്കീർത്തനത്തിൽ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം ശക്തിയില്ലാത്തവരാണെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യർക്കാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാൻ സാധിക്കത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നിങ്ങളെ സഹായിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. ഹല്ലേലൂയ സ്തോത്രം. നീതിയുള്ള വലം കൈകൊണ്ട് ദൈവം നിങ്ങളെ താങ്ങുമെന്നാണ് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോടായിട്ടുണ്ടാകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് പകൽ ഭയങ്കര അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ഇന്ന് പകലിൽ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങൾക്കായിട്ട് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഭയപ്പെടേണ്ട, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്കകത്ത് ഭയങ്കര വിടുതലുകളെ സ്വർഗം ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ സ്തോത്രം. നീ
നീക്കുപോക്കുകളില്ല എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഇപ്പോൾ തന്നെ ഹാലലൂയ സ്തോത്രം അതിവേഗം ഓടുന്ന ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിയാൽ പരിപൂർണമായ വിടുതലുകളും അവൻ പരിപൂർണമായ കർത്താവ് ഉദാഹരണങ്ങളും ദൈവം ചെയ്തെടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുക്കുമാറാകണം. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വമാക്കി തീർക്കുമാറാകണം. അങ്ങയുടെ മഹത്വമുള്ള സാക്ഷികളാക്കി ദൈവരെ തീർക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം കർത്താവെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തും. ഹാലലൂയ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഹാലലൂയ സ്തോത്രം കേട്ട തിരുവെഴുത്തിൻ്റെ മുൻപാകെ ദൈവകരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്കകത്ത് അവിടുന്ന് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മഹത്വം അവിടുന്ന് എടുക്കും. സമസ്ത വിഷയങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന പിതാവേ, കൃപ തോന്നി കേട്ട് ഉത്തരമരണമാറാകണം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.